നമുക്കിന്ന് ഓണം സ്പെഷ്യൽ പാലട പായസം ഉണ്ടാക്കാം. അതിന് ഒരു പാത്രം വെച്ചാൽ 2 ലിറ്റർ വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലട പായസത്തിലേക്ക് ഞാൻ 2 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഉള്ളത്. അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് സാവലിരിക്കുക. അപ്പോൾ അത് ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അത് കുതിർന്ന് വരട്ടെ. ഒരു അരമണിക്കൂറോളം നമുക്കത് വെക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ വെള്ളമായി വന്നാൽ നമുക്കതിലേക്ക് പാലട ഇട്ട് കൊടുക്കാം. അത് എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു 600 ഗ്രാം ശർക്കരയുണ്ട്. അത് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. ഇപ്പോൾ വെള്ളമായി വന്നിട്ട് അതിലേക്ക് നമുക്ക് പാലട ഇട്ട് കൊടുക്കാം. അത് ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറോളം നമുക്ക് വെച്ചതിന് ശേഷം വീണ്ടും വൃത്തിയായി കഴുകിയിട്ട് വാല വയ്ക്കാം നമുക്കത്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉരുളി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 4 സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അത്ര വലിപ്പമുള്ള സ്പൂണല്ല. അധികം നെയ്യൊന്നും ഞാൻ അതിൽ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം കേട്ടോ. എനിക്ക് കുറേ ഇങ്ങനെ കടിക്കുന്നത് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കിസ്മിസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ബോളാവണ വരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാതും എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അതിൽ ബാക്കിയുള്ള നെയ്യൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നെയ്യ് ഇനി കൂടുതൽ ഒന്നും കൂടി ആവശ്യമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ അങ്ങനെ നെയ്യൊന്നും അധികം ചേർക്കണില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ശർക്കര പാനി അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ആ നെയ്യ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ശർക്കര മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി വാല വെച്ച നമ്മുടെ അടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് ഇളക്കി കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കാം. ആ ശർക്കര പാനിയിൽ കിടന്ന് വേവട്ടെ. ഞാൻ 2-ാം പാലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒഴിക്കാൻ നമുക്ക് ഒന്നുകൂടി ആയി വരട്ടെ. അപ്പോൾ ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് സാവല്ലരി കുതിർത്തി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി നമ്മൾ ഈ ശർക്കരയിൽ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1-ാം പാല് 2-ാം പാല് 3-ാം പാല് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഈ 2-ാം പാല് ഇത്തിരി അധികമായിട്ട് എടുക്കുക ചെയ്തത്. 3-ാം പാലൊന്നും ആക്കി വെച്ചിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മറ്റേ 1-ാം പാല് തീരെ വെള്ളം ഒഴിക്കാതെ നന്നായി കുറുതായ പാലാണത്. ഇതിങ്ങനെ നന്നായി ആ ശർക്കര പാനിയിൽ കിടന്ന് വെന്ത് വരണം. കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലത്തെ പകുതി 2-ാം പാലുണ്ടല്ലോ അതെടുത്ത് ഒഴിക്കുക കേട്ടോ. അപ്പോൾ 2 നാളികേരം ഞാൻ എടുത്തെന്ന് പറഞ്ഞു. അതിൻ്റെ 2-ാം പാലാണ് കേട്ടോ. അപ്പോൾ ഈ 2-ാം പാലിലും ഈ ശർക്കര പാനിയിലും ഒക്കെ കിടന്നിട്ട് ഇതൊന്നും കൂടി ആയി വരും കേട്ടോ. അങ്ങനെ കുറുതായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് സാവലരിയൊക്കെ വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ആയിട്ടുണ്ടത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായി പറ്റിച്ചതിന് ശേഷം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസം കേട്ടത്. പാലട പായസം. അപ്പോൾ ആ ഒഴിച്ച പാലൊക്കെ ഒന്ന് പറ്റി ചെറുതായി വരണം. ഒന്നും കൂടി കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല കേട്ടോ. കാണാൻ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. ഞാൻ വാങ്ങിച്ചത് അത്ര നല്ല കടുപ്പം കൂടിയ കറുപ്പ് ഉള്ള ശർക്കരയല്ല. ബാക്കിയുള്ള 2-ാം പാൽ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കണേ. ഇതൊന്നും അധികം വെള്ളം ചേർത്തതല്ല ഞാൻ. നല്ല വലിയ നാളികേരമായിരുന്നു. നമുക്ക് ആ പാത്രത്തിൽ ഒരു സ്വല്പം കൂടി ഇങ്ങനെ ആക്കിയിട്ട് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം.
നല്ല കട്ടിയുണ്ടേനും. അപ്പോൾ അതൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് തിളച്ചതായി വരുമ്പോൾ നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം പിന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. ആ ചൂടിൽ മാത്രമാണ് വേണ്ടത്. പിന്നെ വെള്ളമൊന്നും ചേർക്കരുത്. ഇത് ഞാൻ വെള്ളമൊന്നുമില്ലാതെ അടിച്ചെടുത്ത തേങ്ങയാണ് കേട്ടോ, പിഴിഞ്ഞെടുത്താണ്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ചെടുത്ത്. അപ്പോൾ അതിൻ്റെ ഇനി ഇത് തീയൊന്നും കത്തിക്കരുത്, ഇത്രയും വേണ്ടു. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കയും ചുക്കും കൂടി പൊടിച്ചത് ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ പായസം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് കിസ്മസ്, വേറെ നെയ്യൊന്നും ഞാനിപ്പോൾ ഇതിൽ ചേർക്കില്ല. കാരണം നമ്മളിതിൽ ഇട്ട് വറുത്തതിൽ ഉണ്ടല്ലോ നെയ്യ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലട പായസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.